തൃശൂർ കുതിരവാനിലിറങ്ങിയ ഒറ്റയാനെ തുരത്താനുള്ള ആദ്യഘട്ട ദൗത്യത്തിന് തുടക്കമായി. ഒറ്റയാനെത്തുന്ന ജനവാസ മേഖലയിൽ കുങ്കികളെ ഇറക്കി. ഒറ്റയാനെ മദപ്പെടുത്തുന്നുണ്ടെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് ദൗത്യം അതീവ സങ്കീർണമെന്നാണ് വിലയിരുത്തൽ. ആനയുടെ പ്രതികരണത്തെ സംബന്ധിച്ചും ആശങ്ക നിലനിൽക്കുകയാണ്. വിവരങ്ങൾ സാനു നൽകും. സാനു, ഈ ആനയെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ, അതിൻ്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങളാണോ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും ഈ ആനകളെ, അതായത് തൃശ്ശൂരിലെ കുതിരാനിൽ ഇറങ്ങിയിട്ടുള്ള ഒറ്റയാനെ തുരത്തുന്നതിനുള്ള വനംവകുപ്പിന്റെ ആദ്യഘട്ട ദൗത്യത്തിന് തുടക്കമായിരിക്കുകയാണ്. ഈ ദൗത്യത്തിന് വേണ്ടി കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നിന്ന് 2 കുങ്കിയാനകളെ എത്തിച്ചിരുന്നു. ഇന്നലെ പുലർച്ചെയാണ് 2 കുങ്കിയാനകളെ എത്തിച്ചത്. എന്തായാലും കുങ്കിയാനകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്ന്, അല്ലെങ്കിൽ കുങ്കിയാനകളുടെ സാന്നിധ്യമുണ്ടെന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഇതിൽ ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യം, ഈ അതായത് കാട് വിട്ടിറങ്ങിയിട്ടുള്ള ഒറ്റയാന മദപ്പാടിലാണ് എന്നൊരു നിഗമനത്തിനാണ് വനംവകുപ്പ് ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ആന ജനവാസ മേഖലകളിലൂടെ സാധാരണ നിലയിൽ പുല്ലൊക്കെ തിന്നുകയും അല്ലെങ്കിൽ മറ്റ് ഈ ഭക്ഷണമൊക്കെ എടുത്തു നിന്നിരുന്ന ആന ആയിരുന്നു. എന്നാൽ ഇന്നലെ തൊട്ട്, കഴിഞ്ഞ ദിവസം തൊട്ട് കുറച്ച് ദിവസമായിട്ട് കാണുന്നത് ഈ ആന മദപ്പാടിലാണ്. വളരെ വേഗത്തിൽ ഓടി വന്ന് കയറുക, പട്ടി കുരയ്ക്കുന്ന വീടുകളിലേക്കൊക്കെ കയറി വലിയ രീതിയിൽ അക്രമം അഴിച്ചു വിടുന്ന നിലയിലേക്ക് ഈ ഒറ്റയാൻ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റയാൻ മദപ്പാടിലാണ് എന്നുള്ള ഒരു നിഗമനത്തിലാണ് വനംവകുപ്പ് ഉള്ളത്. അങ്ങനെയെങ്കിൽ ഈ ഒരു ദൗത്യം കൂടുതൽ ദുഷ്കരമാകുമെന്നും വനംവകുപ്പ് പറയുന്നുണ്ട്. നിലവിൽ ആനയുടെ സാന്നിധ്യം അറിയാൻ വേണ്ടി, ആന നിൽക്കുന്ന ലൊക്കേഷൻ കണ്ടെത്തുന്നതിന് വേണ്ടി നിരീക്ഷണമാണ് നടത്തുന്നത്. അതിനുവേണ്ടി ഡ്രോൺ സംവിധാനം അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള നിരീക്ഷണവും, ഒപ്പം തന്നെ കുങ്കിയാനകൾ എത്തിയിട്ടുണ്ടെന്ന് ഈ ഒറ്റയാനെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് കുങ്കിയാനകളുമായിട്ട് വനപ്രദേശത്തുകൂടി, അല്ലെ വനത്തിന്റെ പരിസര പ്രദേശങ്ങളിലൂടെ ഈ കുങ്കിയാനകളുമായിട്ട് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൗതം.